ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ അവിയൽ, അതായത് ഞങ്ങളുടെ ഭാഗത്ത് പാലക്കാടൻ ഭാഗത്ത് എങ്ങനെയാണ്, പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്ത് എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് അവിയൽ വെക്കുന്നത് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിനകത്ത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് പിന്നെ കുറച്ച് ചെറിയ ജീരകവും ഒരു എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലല്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക മീഡിയം അരവിലെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേണ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൽ ചേർത്തേക്കുന്ന ചേന, കയ്പ്പയ്ക്ക, ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്കായ, ബീൻസ്, കൊത്തവര, ഇത്രയും ഐറ്റംസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഞങ്ങൾ ഈ കഷ്ണങ്ങൾ തന്നെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിനകത്ത് ചേർക്കുക. ഞാൻ ഒട്ടും വെള്ളം അധികം ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ പോലും നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങ അരച്ചത്. പിന്നെ തേങ്ങ നല്ല പേസ്റ്റ് പോലെയല്ല, ജസ്റ്റ് ഒന്ന് അരവിട്ട മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ കഷ്ണങ്ങൾ വേവാൻ കഷ്ണത്തിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളത് ഇത്തിരി ഒരു വെള്ളം ഇട്ട് മൂടി വെച്ച് വേവിക്കുക ചെയ്തത്. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് അരപ്പൊക്കെ ഒന്ന് അതിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പാലക്കാട് ഭാഗത്ത്, മണ്ണാർക്കാട് ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ അവിയൽ ഇങ്ങനെയാട്ടോ അവിയൽ വെക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വെക്കുന്നത്, പല കഷ്ണങ്ങളാണ് ആഡ് ചെയ്യുന്നത്. ചിലർ ഉരുളക്കിഴങ്ങ്, കത്രിക്ക അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും ചേർക്കാറില്ല, ഞങ്ങൾ ഇത്രയും കഷ്ണങ്ങളെ ചേർക്കാറുള്ളൂ. അപ്പോൾ തേങ്ങ അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ചൂട് വാങ്ങിയ ശേഷം നമ്മൾ ലാസ്റ്റ് തൈര്, നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സിമ്മിലിട്ടിട്ടാണ് ഇളക്കുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം അധികം നമ്മൾ ചൂട് പിടിപ്പിക്കേണ്ട. അപ്പോൾ നന്നായിട്ട് തൈര് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ, നന്നായിട്ട് നിറയെ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞ കളറിലൊക്കെ ആയിരിക്കും. പിന്നെ അതിൽ അരവും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെ വെക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അവിയൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നല്ല യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിയൊക്കെ നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്കൊരു കേടുവരാണ്ട് ഒരു 2 ആഴ്ചയോളത്തോളം നമുക്ക് അവിയൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കി